മുത്തുമണികളെ, നിക്കും എൻ്റെ എല്ലാമായ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ കുറച്ചധികം സംഭവ വികാസങ്ങളൊക്കെ നടന്ന് അങ്ങ് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ ഇണ്ടാസ് കിട്ടിയെന്നും കുണ്ടാസ് കിട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇതൊന്നും ആരും വീഡിയോകളിൽ പറഞ്ഞതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ആരെയൊക്കെ എത്രാമത്തെയോ ഒക്കെ ഭർത്താക്കന്മാരെ എൻ്റെ പേരിൽ കേസ് കൊടുക്കലായി, ബഹളമായി, പാതിരാത്രിയായാൽ സ്വൈരയില്ലാതെ പരാന്ത് പിടിച്ച്, അതായത് പേപ്പട്ടി അലയും പോലെ അലയുക എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ അലയുന്നുണ്ടായിരുന്നു. ഇപ്പതാ പറയുന്നു കോംപ്രമൈസായി, മണ്ണാകട്ടെയാണ് ഭർത്താവ് കോംപ്രമൈസ്, ആദ്യത്തെ ഭർത്താവ് കോംപ്രമൈസ്. അയ്യോ എനിക്ക് വയ്യ, ഞാനിങ്ങനെ എന്നെ കൊണ്ട് വയ്യടേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇനി പറയാൻ എനിക്ക് വയ്യ. കാരണം ഓൾമോസ്റ്റ് ഇനി ഇതിലും വലുതായിട്ട് ഒന്നും തന്നെ നാറാനും ഇല്ല, അറിയിക്കാനും ഇല്ല. വായ തുറന്ന കളവ് മാത്രം പറയുന്ന. എന്നാലിടെ ഒരാൾ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ മോശം സ്വഭാവമാണ്, എൻ്റെ സ്വഭാവത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്, അത് ഞാൻ മാറ്റാം എന്ന് പോലും ചിന്തിക്കാൻ തയ്യാറാകാത്ത, വീണ്ടും ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൾ വന്നിരുന്ന് തല പറഞ്ഞിട്ട് ഇതിന്റെ സത്യാവസ്ഥ വിളിച്ചു പറയും എന്നുള്ള ബോധ്യം പോലും ഇല്ല. പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഞാനതൊന്നുമല്ല പറയാൻ വന്നേടെ. ഏതൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറേ അധികം കാര്യങ്ങളിനെ കുറിച്ച് നിങ്ങളടുത്ത് പറയേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ ഈ വെളുത്തതെല്ലാം പാല് എന്ന് ചിന്തിക്കുന്നത് പോലെ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൂടി, പക്ഷെ വിവരം വളരെ കമ്മിയാണ്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വെളുത്തതെല്ലാം പാലാണോ? അവിടെ തൈരുണ്ട്, ബട്ടറുണ്ട്, പിന്നെ അതിന് വെളുത്ത എന്തുണ്ടേ? വെളുത്ത എന്തുണ്ട്? അതായത് മോട്ടിവേഷൻ സ്പീക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ 16 വയസ്സുള്ള പെൺകുട്ടിയെ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ, അതും മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ, 16 വയസ്സുള്ള മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ഈ പോലീസ് ഓഫീസറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് മാതാപിതാക്കൾ പോയി അത്രേ. ഇവിടെ എല്ലാവരും കുറെ ആൾക്കാർ സംസാരിച്ചതില് എല്ലാവരും അയ്യോ അയാളിതാ തെറ്റ് ചെയ്ത്, അയാളിതാ ആ 16 വയസ്സുള്ള കുട്ടീനെ ഏതോ ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് നല്ല പണി കൊടുത്ത് എന്ന് പറയുന്നവരാരും തന്നെ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് ഒന്നും പറഞ്ഞു കണ്ടില്ല. അടേ, ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സാഹചര്യം ഒരുക്കി കൊടുത്ത ആളുകളെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ? അതായത് പിന്നെ നല്ലതുപോലെ സംസാരിക്കാൻ അറിയാവുന്ന, എന്നെ ഇന്ന ആള് ഇന്ന രീതിയിൽ എന്നെ നോണ്ടി, എന്നെ പിച്ചി, എന്നെ മാന്തി എന്ന് പറയാൻ കഴിയാത്ത ഒരു കുട്ടീനെ ഭാര്യ പിണങ്ങിപ്പോയിരിക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. എന്തിന്? മോട്ടിവേറ്റ് ചെയ്യാൻ. മാനസിക വൈകല്യമുള്ള ഒരു കുട്ടി, അതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്തെടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ആ പുള്ളിക്കാരൻ ഏതൊക്കെയോ ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോയി അത്ര. ഇപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഈ മാതാപിതാക്കളെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ? ശരിക്കും മാതാപിതാക്കളെയാണ് പിടിച്ചകത്തിടേണ്ടത്. മാനസിക വൈകല്യമുള്ള കൊച്ചിനെ എങ്ങനെയെങ്കിലും തൊല്ലി ഒഴിഞ്ഞു പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും. അല്ലെങ്കിൽ ഇയാളെന്താ വല്ല ബന്ധുവോ സ്വന്തോ ആരെങ്കിലും ആണോ മോട്ടിവേഷൻ സ്പീക്കറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത്ര 16 വയസ്സുള്ള പെൺകുട്ടീനെ. ഇനി ആ പുള്ളിക്കാരൻ ഇനി അത് ചെയ്തോ ചെയ്തില്ലേ ഒന്നും അറിയണ്ട. ആ പുള്ളിക്കാരന്റെ ഫോട്ടോയും എല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം നാട്ടുകാരെ അറിയിച്ച്. അയാൾക്ക് ജീവിതവും ഇല്ല, അയാൾക്ക് ഇതിലെന്താണ് പറയാനുള്ളത്, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ, ഇതൊന്നും അയാൾക്ക് പറയാനുള്ളത് ഒന്നും പുറത്തും വന്നിട്ടില്ല. അയാളുടെ ഫോട്ടോ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ, ഫോട്ടോ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വരൂലല്ലോ, നല്ല വെള്ളയ്ക്ക കനത്തിൽ അയാളുടെ ഫോട്ടോ പബ്ലിഷാക്കി, ഇന്നാള് 16 വയസ്സുള്ള പെൺകുട്ടീനെ ഓഹോ അട്ടഹാസങ്ങളായി. ഇതാണ് പറയണത്. ഇത് ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോഷ്യൽ മീഡിയ ആയിരുന്നാലും നമ്മൾ ഒരാളിനെ അളക്കുന്നത്
10 മിനിറ്റത്തെ 20 മിനിറ്റത്തെ മോട്ടിവേഷൻ സ്പീക്കിൽ കൂടിയോ അല്ലെങ്കിൽ 10 മിനിറ്റത്തെ 20 മിനിറ്റത്തെ ഒരു വീഡിയോയിൽ കൂടിയോ അല്ല. ഇപ്പോ ഏതോ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരു ആൾക്കാരാണേ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അതായത് അവർ ചെയ്യുന്ന പിന്നെ വ്ലോഗുകളെന്ന് പറയുന്നത് അമ്മായിയമ്മയും പിന്നെ മോനും ഭാര്യയുണ്ട്, മോൾക്കും ഭർത്താവുണ്ട്. അവരെ മക്കളിനെ ഒന്നും അതിൽ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എല്ലാം മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് വീട്ടിലൊരു പിച്ചക്കാർ വന്നാൽ, വീട്ടിലൊരു ജോലിക്കാർ വന്നാൽ അവരെ നന്നായിട്ട് പരിഗണിക്കുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടില്ല എങ്കിൽ ഫീസ് കൊടുക്കുക. ഇതേ ഇവര് തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ മോനെന്ന് പറയുന്ന പാലക്കാട് എങ്ങാണ്ടാണ് താമസിക്കുന്നത്, അയാളുടെ വൈഫുമായിട്ട് അവിടെ താമസിക്കുന്നത്. അവർ ലൈവിലും പിന്നെ മറ്റു വീഡിയോകളിലൊക്കെ വന്നിട്ട് പൈസ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാണ്, പണം ഇല്ലാത്തവർ പിണത്തിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അമ്മയും അച്ഛനും മോളും ഒക്കെ നല്ല അടിപൊളി വ്ലോഗൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ. അപ്പൊ ഇവർ കൊടുക്കുന്ന മെസ്സേജിന് ഇവരുടെ ജീവിതവുമായിട്ട് യാതൊരു സാമ്യവുമില്ല. അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഇപ്പൊ ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വൈഫുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാളാണെന്ന് പറയും. അപ്പൊ ഫാമിലി ആയിട്ട് താമസിക്കാത്ത ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയിരിക്കുന്നു. അതുപോലെ തന്നെ കുറെ ഉമ്മമാര് പറയാതിരിക്കാൻ പറ്റൂല, കുറെ അധികം സ്ത്രീകൾ വന്നിട്ട് ഞാൻ ഭയങ്കര ദീനിയിൽപ്പെട്ടതാണ്. ദീനെന്ന് പറഞ്ഞാൽ വെറും ദീനല്ല, പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് കൂടുതൽ പിന്നെ എന്തൊക്കെയോ കിട്ടുന്നത്, വെളിപാടൊക്കെ കിട്ടും. അതായത് ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണ് നോക്കിയിട്ട് പറയും അവർക്ക് അവിഹിതമുണ്ടോ, അവരുടെ സുഹൃത്ത് അവരുമായിട്ടാണോ ജീവിക്കുന്നത്, അവരുടെ കുഞ്ഞ് ഇയാളിനെ പോലെയാണോ അല്ലേ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ അവരുടെ ജീവിതം, അവരെ തലവര തന്നെ മാറ്റി എഴുതാനുള്ള സൗഭാഗ്യമായ ഒരു ഭാഗ്യമൊക്കെ കിട്ടിയ ഒരു പിന്നെന്താണ് അങ്ങനെയുള്ള കുറേ ഉമ്മമാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഞാൻ ഭയങ്കര കോറെ ഉമ്രയൊക്കെ ചെയ്തു, ഞാൻ അങ്ങ് ഭയങ്കര അള്ളാന്റെ അങ്ങ് മുമ്പിലിരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ തോന്നുന്ന തരത്തിൽ കുറെ ആൾക്കാർ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ ഈ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ പാവം ഭയങ്കര ഉമ്രയൊക്കെ ചെയ്തു ഭയങ്കര വിശ്വാസത്തിൽ ഭയങ്കര ദീനിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വാട്സപ്പിലേക്ക് അങ്ങോട്ട് പോവാം, പിന്നെ അവർ ചോദിക്കുന്നതും പറയുന്നതിനെല്ലാം നമ്മൾ ഉത്തരം പറയുക, വീട്ടിന്റെ അടുക്കള വരെയുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. അവസാനം ഈ ദീനി കൂടിപ്പോയ സാധനം വീട്ടിന്റെ അടുക്കളപ്പുറത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയണത് അയ്യോ നമ്മൾ പെട്ടുപോയി എന്നുള്ള കാര്യം. അന്നേരം കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടാടെ, വല്ല കാര്യവും ഉണ്ടാ. അതായത് ഈ ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്ന സിനിമാ നടിമാര് എന്ന് പറയുന്നത് ഇവര് സിനിമയിൽ ചെയ്യുന്ന റോള് പോലെയാണ് ഇവരുടെ ക്യാരക്ടർ എന്ന് നമ്മൾ അങ്ങ് അളക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോ ഒരാൾക്ക് ഒരു കഴിവുണ്ട്, നമ്മൾ കഴിവ് അംഗീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ കഴിവിന്റെ പേരിൽ ആ വ്യക്തിയെ നമ്മൾ ജീവിതത്തിൽ കയറ്റുക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമല്ല. ഇപ്പോ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ട് അവരുടെ ജീവിതം പോലെ ആവുക, അവരെ പോലെ ആവുക. ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ സിൽഹ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അവർ വന്നിട്ട് പറയുകയാണ് അവർക്ക് ജീവിതത്തിൽ ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അവർ ഡിവോഴ്സായി, അവർ ചൈനയിൽ പോകുന്നു, അവർ ഭയങ്കര ബിസിനസ് ചെയ്യുന്നു, അവർ ഭയങ്കര സ്വാതന്ത്ര്യവതിയായി. അത് അവരുടെ ജീവിതമാണ്, അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത് നിങ്ങൾ ജീവിക്കുന്നതാണ്. നിങ്ങൾ അവരെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഇവർ വീഡിയോകളിൽ കാണിക്കുന്നതല്ല ഇവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ മക്കളെ കൊണ്ടുവന്ന് കാണിച്ചും കൊണ്ട് മക്കള് എത്തി മക്കളാണ്, മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിവില്ല, മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ കഴിവില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവറ്റകൾക്ക് കയ്യും കാലും ഇല്ലേ? ഇവിടെ ഒരു മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. എല്ലാ മനുഷ്യനും എല്ലാ കാലത്തും ദാരിദ്ര്യത്തിലല്ല, അവരുടെ കഴിവുകേട് കൊണ്ട് ദാരിദ്ര്യവതികളായി മാറുന്ന കാര്യങ്ങളുണ്ട്.
അപ്പൊ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത കുറെ എണ്ണം ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി വന്നിട്ട് അയ്യോ എന്റെ മക്കൾ യത്തീമാണ് കുറെ യത്തീം മക്കളെ പുനഃസൃഷ്ടിക്കുന്ന കുറെ അധികം സാധനങ്ങളും കൂടിയുണ്ട്. അതായത് അവർക്ക് മനസ്സിലായി എന്താണ് ഇതൊരു ചന്ത പോലെയാണ്, ഇവിടെ എന്ത് പ്രോഡക്റ്റ് ആണ് വിൽക്കേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയാം. ഇത് ശരിക്കും പൊതുജനമാണ് അവെയർ ആവേണ്ടത്. എത്രന്ന് വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലുള്ള ആളുകളുടെ പിന്നാലെ പോയിട്ട് ഇപ്പോ തന്നെ ഒരു ഏട്ടൻ ഒരു നടിയെ പീഡിപ്പിച്ച കേസിൽ എവിടെ ആയിരുന്നാലും ഈ നഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് നഷ്ടം, അത് അവർക്ക് നഷ്ടം തന്നെയാണ്. അല്ലാതെ ഈ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊന്നും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടില്ല. കാരണം അവറ്റകൾക്കറിയാം ഇതൊന്നും ഈ നമ്മളെ നാട്ടിൽ ഇതൊന്നും കൊണ്ട് നമുക്കൊന്നും പോവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇതിലൊക്കെ നഷ്ടം സംഭവിക്കുക എന്ന് പറയുന്നത് ഇവറ്റകൾ കാർന്ന് തിന്നുന്ന ആളുകളുണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ മോട്ടിവേഷൻ സ്പീക്കർ ചെയ്തതുപോലെ, അല്ലെങ്കിൽ അയാൾ ചെയ്തതോ ചെയ്യാത്തതോ അതൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. കേട്ടെടുത്തോളം മാതാപിതാക്കളും നല്ല സൗകര്യം ഒരുക്കി കൊടുത്ത് അങ്ങേര്, എനിക്ക് ഇഷ്ടമില്ലടാ, ഇത് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല. അതുപോലെ തന്നെ ഈ വക കാര്യങ്ങൾക്കൊക്കെയും സാഹചര്യം ഒരുക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. എന്തിനാണ് പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവറ്റകളെ വിട്ടേക്കുക, അഹങ്കാരം കാണിക്കുന്നതിനെയൊക്കെ അങ്ങോട്ട് വിട്ടേക്കുക. പിന്നെ നാവെടുത്താൽ കളവുകൾ മാത്രം പറയുന്ന കുറെ ജന്തുക്കൾ, നാവ് വളച്ചാൽ കളവ് മാത്രം. ഇവറ്റകളോട് നിങ്ങൾ പറയേണ്ടുന്ന ഒരു കാര്യം, ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഇവിടെ, ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നല്ല നല്ല വീഡിയോകൾ ചെയ്താൽ റീച്ച് ആവാം. റീച്ച് ഇല്ല എങ്കിൽ പോലും അവർക്ക് മോണിറ്റൈസ്ഡ് ആയി അവർക്ക് അതിൽ നിന്നും ക്യാഷ് കിട്ടും. ഇങ്ങനെ ക്യാഷ് കിട്ടുന്ന ഇവർക്ക് പിന്നെയും ദാനം കൊടുക്കാൻ നിങ്ങളൊക്കെ ആരുവിടെ? ആരാണ് നിങ്ങളൊക്കെ കൊടുക്കുന്ന ദാനം എല്ലിന്റെ ഇടയിൽ കയറുമ്പോഴാണ് വല്ല പെണ്ണുങ്ങളുടെയും ബെഡ്റൂമിന്റെ അകത്തൊക്കെ ചെന്ന് കിടക്കണത് ചില കഴുത ജന്തുക്കൾ. എന്തിന്റെ ആവശ്യമാണ്? ഇനി ഞാൻ എവിടെന്നോ തുടങ്ങി എവിടെയോ പോയി, എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആളുകളെ അളക്കുമ്പോൾ ശരിക്കും നമ്മൾ 5 മിനിറ്റത്തെ വീഡിയോ വഴിയോ അല്ലെങ്കിൽ പുറമേ നിന്ന് കാണുന്ന രീതിയിലോ ഒന്നുമല്ല ഒരു മനുഷ്യനോടെ നല്ല ദീനിയായ ഉമ്മ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഉമ്മമാരെ ശ്രദ്ധിച്ചാലറിയാം. നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം ലൈവുകൾ വരുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന ഇസ്ലാം മതത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, പിന്നെ ഇഷ കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഇഷ കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്തിക്കരുത്, അവരുറങ്ങുക. എന്നിട്ട് ആടിനെ പോലെ ആവുക എന്നാണ് പറയുന്നത്. ആടെന്താണ്? രാത്രിയിൽ നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യുന്ന ആളുകളാണ്. മറിച്ച് പട്ടികളെ പോലെയുണ്ട്. പട്ടികൾ എന്താണ് ചെയ്യുന്നത്? പാതിരാത്രികളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയും എല്ലാവരും ഉണരുന്ന സമയത്ത് ഇവറ്റകൾ ഉറങ്ങുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ അളക്കുക. എന്താണ് നിങ്ങളുടെ മതത്തിൽ പഠിപ്പിച്ചതാണോ ഇവറ്റകൾ ചെയ്യുന്നത്? ഇവറ്റകൾ കാണിക്കുന്ന ഈ ദീൻ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഈ പലരും പ്രസംഗിക്കുന്നുണ്ട്, പലരും പല ജീവിത രീതികളെയും കുറിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇതൊന്നും തന്നെ പ്രാക്ടിക്കലല്ല. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഒരു കാര്യവുമില്ലാത്ത ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് ഇവറ്റകൾക്ക് വേണ്ടി നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ സമയവും, ഞാൻ ആ കാലം മുതൽ ഈ കാലം വരെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഡേറ്റ, നിങ്ങളുടെ സമയം, എന്തിന് നിങ്ങളുടെ മെന്റൽ കണ്ടീഷൻ വരെ ഇവറ്റകൾക്ക് പണയം വെച്ച് ഇവറ്റകൾ അതിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട്. അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇവര് യൂട്യൂബ് എന്ന മീഡിയ വഴി നല്ലൊരു എമൗണ്ട് സമ്പാദിക്കുന്നുണ്ട്. എന്നിട്ടും അത് പോരാന്ന് പറഞ്ഞും കൊണ്ടാണ് അയ്യോ എന്റെ മക്കൾ യത്തീമാണ്, എന്റെ മക്കൾക്ക് എന്തെങ്കിലും തന്ന സ്വർഗത്തിൽ ആദ്യത്തെ പടി നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് അങ്ങ് ഇട്ടുകൊടുക്ക. ഇവിടെ നാണാവുന്നില്ലേടെ? നിന്റെയൊക്കെ ഭാര്യമാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നിട ഒന്നും ഇല്ലെങ്കിൽ നിന്റെയൊക്കെ മക്കളെ പോറ്റി വളർത്തയല്ലേ, അവർക്ക് കൊണ്ടുവന്ന് കൂടെ. അവർക്ക് എന്താണ് ആവശ്യമെന്ന് നീയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയാ പണം കൊണ്ടുപോയി വല്ലവനും ഒക്കെ മട്ടപ്പോക്ക് വാങ്ങിച്ചു കുടിച്ച് എന്തിന്റെ ആവശ്യമായിരുന്നു?
അവസാനം ഇപ്പോഴും നീയൊക്കെ തെണ്ടിക്കൊണ്ടേ കിടക്കുന്നു. ഇവരെയൊക്കെ തെണ്ടല് കണ്ട് ഇവറ്റകളുടെയൊക്കെ കുട്ടകത്തിന്റെ അകത്ത് പണം കൊണ്ടുവന്ന് തിരുവിയ നീയൊക്കെ ഇന്നും തെണ്ടിക്കൊണ്ട് നടക്കുന്നു. നിന്റെയൊക്കെ വീട്ടിന്റെ ലോണുകൾ അടച്ചിട്ടില്ല, നിന്റെയൊക്കെ വീട്ടിലെ മക്കളുടെ ഫീസ് ഇന്ന് വരെ അടച്ചിട്ടില്ല. നീയൊക്കെ കൊടുത്തവളാണെങ്കിലോ അടുത്തിനി വിമാനം വാങ്ങിക്കട്ടാ എന്ന് ചിന്തിച്ചും കൊണ്ട് നടക്കേ. എന്തരോ എന്തോ. എന്തായാലും കുറെ ഇൻഡാസൊക്കെ കിട്ടി എന്നൊക്കെ കേൾക്കണം. വല്ലതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആയാ മതിയായിരുന്നു. ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തും കൊണ്ട് പോയിട്ട് ഇപ്പൊ ആദ്യത്തെ ഭർത്താവുമായിട്ട് കോംപ്രമൈസ് ആയത്. ഈ ചില കാര്യങ്ങൾ കാണുമ്പോ ഉണ്ടല്ലോ പറയാതിരിക്കാൻ പറ്റില്ല. കളവ് എത്ര സുന്ദരമായിട്ടാണ്, കളവാണ് എന്ന് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും അയ്യോ എനിക്ക് വയറ് വേദന നടക്കുന്നു. ഞാൻ മോണേ എന്നെ കൊണ്ടൊന്നും വയ്യ.